നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നതും ഡാറ്റാബേസിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നതുമാണ് കണ്ടത്. ഇനി ഡാറ്റാബേസിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഡാറ്റാബേസിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഇത് എഴുതിയേക്കുന്നത്. ഈ കേസിൽ നമ്മൾ ഈ ഫയലിൽ ആദ്യം PHP കോഡാണ് എഴുതുന്നത്. അതുകൊണ്ട് PHPയുടെ ടാഗ് വേണം. അത് കഴിഞ്ഞ് സെർവർ നെയിം, യൂസർ നെയിം, പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യുക. MySQLi_connect എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. കണക്ഷൻ കിട്ടിയ വാല്യൂ ഫോൾസ് ആണോ എന്ന് നോക്കുക. ഫോൾസ് ആണെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യുക, എറർ പ്രിൻറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഫോൾസ് അല്ല എങ്കിൽ ഡൈ എന്നുള്ള കമാൻഡ് എന്ന് പറഞ്ഞാൽ ആ കമാൻഡ് കണ്ടാൽ ഇത് പ്രിൻറ്റ് ചെയ്തിട്ട് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഇവിടെ വെച്ച് നിൽക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ താഴത്തെ ലൈനിലേക്ക് വരും. അപ്പോൾ കണക്റ്റഡ് സക്സസ്ഫുള്ളി, അതായത് ഫോൾസ് അല്ല എങ്കിൽ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി നമുക്ക് MyDB എന്ന് പറയുന്ന ഡാറ്റാബേസിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ MyDBക്കകത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് യൂസ് MyDB എന്നുള്ള കമാൻഡ് പറഞ്ഞു. ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ കണക്ഷൻ പോയിൻറ്റിംഗ് ടു ക്വറിയിൽ കണക്ഷൻ പോയിൻറ്റിംഗ് ടു ക്വറി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ SQL, അതായത് ഏത് SQL സ്റ്റേറ്റ്മെൻറ്റാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ സ്ട്രിങ് പറഞ്ഞു കൊടുക്കണം. അപ്പം ആ കണക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയും എഴുതിയേക്കുന്നതിൻ്റെ അർത്ഥം ആ കണക്ഷൻ ആ ക്വറി എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഡാറ്റാബേസ് MyDB യൂസ്ഡ് എന്ന് പ്രിൻറ്റ് ചെയ്യും. എക്കോ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേക്കുവാണ്. ഇല്ല എങ്കിൽ ആ എറർ എന്താണെന്നും പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് ഇഫിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യം ഇഫിനകത്ത് എഴുതിയേക്കുന്ന ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഈക്വൽ ടു ട്രൂ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയെന്നാണ്, ഇല്ലെങ്കിൽ ഫോൾസ് എന്നാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ പറ്റിയെന്നാണ്. ഇനിയുള്ളത് നമുക്ക് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം. നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ പോവുകയാണ്. റീഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം സെലക്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സെലക്ട് സ്റ്റാർ ഫ്രം എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കോളം മാത്രം മതിയെങ്കിൽ. നമ്മുടെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ ഇതാണ്. ഇതിനകത്ത് ID ഉണ്ട്, ഫസ്റ്റ് നെയിം ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഇമെയിൽ അഡ്രസ് ഉണ്ട്, രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ട്. ഇത് ID ഓട്ടോ ഇൻക്രിമെൻറ്റ് കൊടുത്തേക്കുന്നതാണ്. ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഒക്കെ നോൺ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ഡാറ്റാബേസിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന ടൈം അതിൽ സേവ് ചെയ്യും. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഈ കേസിൽ എനിക്ക് IDയും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രം കിട്ടിയാൽ മതി. ID, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും മാത്രം കിട്ടിയാൽ മതി. ഫ്രം ടേബിളിൻ്റെ പേര് MyGuest എന്നാണ് ടേബിളിൻ്റെ പേര്. ഇത് കണ്ടില്ല, ടേബിളിൻ്റെ പേര് ഇവിടെ ഉണ്ട്. MyGuest എന്നാണ് പേര്. MyGuest എന്ന് പറയുന്ന പേര്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് വീണ്ടും കണക്ഷൻ പോയിൻറ്റിംഗ് ടു ക്വറി. കണക്ഷൻ പോയിൻറ്റിംഗ് ടു ക്വറി എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനാണ് ഏത് കണക്ഷൻ എസ്റ്റാബ്ലിഷ്, അതായത് ഈ കണക്ഷനിൽ കൂടെ ഏതെങ്കിലും ക്വറി എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ഇതാണ്. അതിന് ഒരു ആർഗ്യുമെൻറ്റേ ഉള്ളൂ. ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. അതൊന്നെങ്കിൽ ഡയറക്റ്റ് ഡബിൾ കോട്ട്സ് ഇവിടെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു വേരിയബിൾ ഇട്ടിട്ട് വേരിയബിളിൻ്റെ പേര് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഇനി വേണ്ടിയത് കണക്ഷൻ പോയിൻറ്റിംഗ് ടു ക്വറി. ഇതിന് മുമ്പ് എക്സിക്യൂട്ട് ചെയ്തതൊക്കെ റിട്ടേൺ വരാത്ത സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. അതായത് റിട്ടേൺ വരുന്ന കാര്യം നമുക്ക് ആവശ്യമില്ല. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കമാൻഡാണ്. ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ട്രൂ എന്നുള്ള റിസൾട്ട് കിട്ടി. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ സെലക്ടിൻ്റെ റിസൾട്ട് ആയിരിക്കും അതിൻ്റെ റിട്ടേൺ വേരിയബിൾ ആയിട്ട് വരുന്നത്. കണക്ഷൻ ഫംഗ്ഷൻ വിളിച്ചിട്ട് അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്താൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന എന്താണോ അതാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഈ കേസിൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ വെച്ചിട്ട് നമ്മൾ റിട്ടേൺ വരുന്ന വാല്യൂ ഒരു റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തേക്കുക. ഈ കേസിൽ നമ്മൾ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ആണ് കൊടുത്തേക്കുന്നത്. IDയും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം. അപ്പോൾ ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഇതൊരു അറേ ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കുമെന്നാണ് ഞാനീ പറയാൻ പോകുന്നത്. ഇത് ക്ലിയർലി മനസ്സിലാക്കുക. ഇതാണ് റിസൾട്ട് എന്ന് പറയുന്ന അറേ. ഇതിനകത്ത് ഇവിടുത്തെ ഫസ്റ്റ് ID 1 ഉണ്ടാവും, അയാളുടെ പേര് ജോൺ ഉണ്ടാവും, അയാളുടെ സെക്കൻഡ് നെയിം ഡോൺ ഉണ്ടാവും. രണ്ടാമത്തെ ആളുടെ ID 2 ആണ്, ജോൺ 1 എന്നാണ് അയാളുടെ പേര് കൊടുത്തേക്കുന്നത്, ഡോ 1 എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടില്ലേ ഡാറ്റാബേസിലുള്ള വാല്യൂ. അപ്പോൾ സെലക്ട് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ഈ മൂന്നെണ്ണം മാത്രം സെലക്ട് ചെയ്യാൻ എഴുതിയേക്കുന്നതുകൊണ്ട് ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു ടേബിൾ ഫോർമാറ്റിലായിരിക്കും കിട്ടിയേക്കുന്നത് റിസൾട്ടിൽ. അതൊരു അറേ ആയിരിക്കും. രണ്ടെണ്ണം മാത്രം ഉള്ളതുകൊണ്ട് രണ്ടേ ഉള്ളൂ, ഇല്ലെങ്കിൽ താഴോട്ടുണ്ടാവും. ഇത് കാണുമ്പം തന്നെ മനസ്സിലാവും 2 ഡയമെൻഷണൽ അറേയാണ്. 2 ഡയമെൻഷണൽ അറേയാണ്, അസോസിയേറ്റീവ് അറേയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് വേരിയബിൾ നെയിമാണ് കൊടുത്തേക്കുന്നത്. വേരിയബിൾ നെയിമാണ്. സാധാരണ നമ്മൾ അറേ സ്റ്റോർ ചെയ്താൽ അതിൻ്റെ ഇൻഡെക്സ് എങ്ങനെയാണ് പോകുന്നത്? 0, ഇവിടെ 1,
ഇവിടെ 2 അങ്ങനെ പോകും. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ 0, ഇവിടെ 1, ഇവിടെ 2 ഇങ്ങനെ പോകും. ഇതാണ് സാധാരണഗതിയിൽ. അപ്പം ഇതിപ്പം ഈ അറേയുടെ പേര് എ എന്നാണെങ്കിൽ എ ഓഫ് 0 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതിയേക്കുന്ന എലമെൻറ്റ് കിട്ടും. 23 ആണെങ്കിൽ 23 കിട്ടും. എ ഓഫ് 0 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 34 ആണെങ്കിൽ 34 കിട്ടും. എ ഓഫ് 1 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 56 കിട്ടും. എ ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ 78 ആണെങ്കിൽ 78 കിട്ടും. ഇങ്ങനെയാണ് അറേ പോകുന്നത്. പക്ഷേ അസോസിയേറ്റീവ് അറേയിൽ ഇൻഡെക്സ് നമ്പർ ആയിരിക്കില്ല, അതിന് പകരം സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അറേ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വാല്യൂ റീഡ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ റിസൾട്ടിൽ വന്നേക്കുന്ന റിസൾട്ട് ഒരു 2 ഡയമെൻഷനിൽ അറേ ആണെന്ന് മനസ്സിലായി. ഇനി റിസൾട്ടിൻ്റെ ഓരോ റോ വീതം നമുക്ക് എടുക്കണം. അപ്പോൾ ഈ വരുന്ന റോയുടെ റിസൾട്ട് പോയിൻറ്റിങ് ടു നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ വന്നേക്കുന്ന അരയ്ക്ക് എത്ര റോ ഉണ്ടെന്നുള്ളതാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം റിസൾട്ട് പോയിൻറ്റിങ് ടു റിസൾട്ട് പോയിൻറ്റിങ് ടു num_rows എന്ന് കൊടുത്താൽ എത്ര റോ ഉണ്ടെന്ന് റിട്ടേൺ ചെയ്യും. നമ്മുടെ കേസിൽ റോ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 0യും 1 എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ >0 ആയതുകൊണ്ട് ഇതിനകത്ത് കയറും. ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. റിസൾട്ട് പോയിൻറ്റിങ് ടു ഫെച്ച് അസോക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. റിസൾട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്? 2 ഡയമെൻഷനിൽ അറേ. 2 ഡയമെൻഷനിൽ അറേ പോയിൻറ്റിങ് ടു ഫെച്ച് അസോക്ക് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ആദ്യത്തെ റോ കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് രണ്ടാമത് ഈ ഫംഗ്ഷൻ വീണ്ടും ഒന്നും കൂടെ വിളിക്കുമ്പോൾ രണ്ടാമത്തെ റോ കിട്ടും. മൂന്നാമത് വിളിക്കുമ്പോൾ മൂന്നാമത്തെ റോ കിട്ടും. നാലാമത് വിളിക്കുമ്പോൾ നാലാമത്തെ റോ കിട്ടും. അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇവിടെ ചെയ്തേക്കുന്നത് വൈൽ റിസൾട്ട് പോയിൻറ്റിങ് ടു ഫെച്ച് അസോക്ക് എന്ന് പറയുന്ന വാല്യൂ ചെയ്തിട്ടുണ്ട്. ഇത് കൺഫ്യൂഷൻ ആകുമെങ്കിൽ ഞാൻ പുറത്തെഴുതാം. അല്ല, പുറത്തെഴുതിയാൽ കിട്ടത്തില്ല. വയലിനകത്ത് തന്നെ എഴുതണം. ഇതിനകത്ത് തന്നെ എഴുതണം. ഇതിനകത്ത് എഴുതിയാലേ കിട്ടുള്ളൂ. കാരണം അത് വീണ്ടും വരുമ്പോൾ വയൽ ഇതിനകത്തുനിന്നല്ലേ വരുന്നത്. അപ്പോൾ വയലിൽ ഇങ്ങനെ തന്നെ എഴുതണം. പുറത്തെഴുതിയാൽ വർക്ക് ചെയ്യില്ല. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുതരാം. റിസൾട്ട് പോയിങ്. അപ്പോൾ ഈ വയലിനകത്ത് വന്നാൽ ആദ്യം എന്താ ചെയ്യുന്നത്? വയൽ ഈക്വൽ ടു റിസൾട്ട് അണ്ടർസ്കോർ ഫെച്ച് അസോക്ക് എന്ന് പറയും. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും? ഈ റോ കിട്ടും. അപ്പോൾ അത് ഏതിലേക്ക് സ്റ്റോർ ആകും? റോ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ആകും. ഇനി ഇതിൽ വാല്യൂ ഫസ്റ്റ് റോ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിൽ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ വരും. അപ്പോൾ വൈൽ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്താകും. വയലിൻ്റെ വർക്കിംഗ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. വയലിനകത്ത് എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എ ഈക്വൽ ടു ബി എന്നാണ് എഴുതിയേക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വൈൽ എ ഈക്വൽ ടു ബി എന്ന് എഴുതിയാൽ ബിയുടെ വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എയുടെ വാല്യൂ ഫോൾസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ റോ ഇല്ല എങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. ഫോൾസ് ആണ് വയലിൽ നിന്ന് പുറത്താവും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഫോൾസ് അല്ല വരുന്നത്. എന്താണ് വരുന്നത്? ആദ്യത്തെ റോ കിട്ടും. ആദ്യത്തെ റോ കിട്ടുമ്പോഴത്തേക്കും ആദ്യത്തെ റോയ്ക്കകത്ത് 4 എലമെൻറ്റ്സ് ഉണ്ട്. ഓരോ എലമെൻറ്റ് അപ്പം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സാധനമായിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലെ. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റിനെ അപ്പോൾ നമ്മൾ റോ പിന്നെ ഇപ്പോൾ ഇതൊരു 1 ഡയമെൻഷനിൽ അറേ ആയിട്ടാണ് കിട്ടിയത്. നേരത്തെ ഇതൊരു 2 ഡയമെൻഷനിൽ അറേ ആയിരുന്നു. ഇതിനകത്ത് ആദ്യത്തെ റോ മാത്രം എടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു 1 ഡയമെൻഷനിൽ അറേ ആണ്. അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്? റോ ഓഫ് ID, റോ ഓഫ് ഫസ്റ്റ് നെയിം, റോ ഓഫ് ലാസ്റ്റ് നെയിം. ഇങ്ങനെ പറഞ്ഞാൽ റോ ഓഫ് ID എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കിട്ടും. റോ ഓഫ് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ജോൺ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. റോ ഓഫ് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ റോ എന്ന് പറയുന്ന അറേയുടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ലാസ്റ്റ് നെയിം എന്ന് കൊടുത്താൽ ഡോ എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സിംഗിൾ ഡയമെൻഷനിൽ അറേയാണ്. ക്ലിയർലി മനസ്സിലാക്കുക. അപ്പം നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോവുക. എക്കോ ID എന്ന് പറയുന്ന വാല്യൂ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നതുകൊണ്ട് അത് അതേപടി പ്രിന്റ് ചെയ്യും. ID എന്ന് പറയുന്ന വാല്യൂ ഡബിൾ കോട്ട്സിൽ കൊടുത്തേക്കുവാണ്. അതുകൊണ്ട് അത് അതേപടി പ്രിന്റ് ചെയ്യും. ഡോട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ്? സ്ട്രിങ് കോൺകാറ്റിനേഷൻ ആണ്. അതായത് ഇത് കിട്ടുന്ന ഒരു സ്ട്രിങ് ആണ്. അതിൻ്റെ അറ്റത്തേക്ക് വേറൊരു സ്ട്രിങ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എഴുതിയേക്കുന്നത് റോ പോയിൻറ്റിങ് ടു ID. റോ പോയിൻറ്റിങ് ടു ID എന്ന് പറഞ്ഞാൽ ഏത് കിട്ടും? ഈ കേസിൽ 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ ID കോളൻ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് .1 എന്ന് കിട്ടും. വീണ്ടും സ്ട്രിങ് കോൺകാറ്റിനേഷൻ എഴുതിയേക്കും. അതായത് ഈ കിട്ടിയേക്കുന്നത് ഇതിപ്പോൾ ഇത്രയും ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ID കോളൻ സ്പേസ് 1 എന്ന് പ്രിന്റ് ചെയ്യും. ഞാൻ പ്രിന്റ് ചെയ്തതിൻ്റെ കൂടെ ഒരു ഡോട്ട് ഇട്ടിട്ട് വീണ്ടും അടുത്ത സ്ട്രിങ് കൊടുത്തേക്കുവാണ്. അടുത്ത സ്ട്രിങ്ങിൻ്റെ പേരെന്താണ്? നെയിം. -നെയിം എന്ന് പറയുന്ന വാല്യൂ കൊടുത്തേക്കുവാണ്. -നെയിം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡോട്ട് ഇട്ടു അടുത്ത സ്ട്രിങ് അപ്പൻഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടെ വരെയുള്ള സ്ട്രിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ?
ID കോളൻ സ്പേസ് 1 പിന്നെ ഹൈഫൺ നെയിം, ഹൈഫണ് മുമ്പ് ഇവിടെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട്, സ്പേസ് കാണും, ഹൈഫൺ കഴിഞ്ഞ് സ്പേസ് കാണും, നെയിം. ഇനി ഇവിടുത്തെ എന്താണ് റോ ഡോട്ട് ഫസ്റ്റ് നെയിം. റോ ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, റോയുടെ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ജോൺ എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. വീണ്ടും അടുത്ത സ്ട്രിങ്ങിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തേക്കുവാണ്. അടുത്ത സ്ട്രിങ്ങിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കൺഫ്യൂഷൻ ആകുമെങ്കിൽ ഇത് ഡയറക്റ്റ് അങ്ങ് കൊടുത്താലും മതി. അപ്പം ഇത് സ്പേസ് ഇട്ടേക്കുവാണ്. സ്പേസ് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത വേരിയബിൾ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് എന്ന് പറയുന്ന കോൺകാറ്റിനേഷൻ ഓപ്പറേഷൻ ഇട്ടേക്കുവാണ്. റോ ഓഫ് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ഡോ എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് BR കൊടുത്തേക്കുവാണ്. BR എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്യും. ഇതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഇവിടെ പോകുമ്പോൾ കാണുന്നത്. ഇതാ ഇവിടെ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് ആദ്യം പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ വന്നിട്ട് കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള എക്കോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഡാറ്റാബേസ് MyDB യൂസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഡാറ്റാബേസ് MyDB യൂസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. MyDB അല്ല, ഈ കേസിൽ MyDB1 ആക്കിയിട്ടുണ്ട് നമ്മൾ. MyDB1 യൂസ്ഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഇനി അടുത്തത് പ്രിന്റ് ചെയ്യുന്ന എന്താണ്, പിന്നത്തെ എക്കോ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇതിൽ പ്രിന്റ് ചെയ്തേക്കുന്നത് എന്താണ്, ID കോളൻ 1 സ്പേസ് ഹൈഫൺ സ്പേസ് നെയിം ജോൺ സ്പേസ് ഡോ സെക്കൻഡ് നെയിം. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഒന്നുകൂടെ ക്ലിയർലി മനസ്സിലാക്കുക. ഇതാണ് ആദ്യത്തേത്. അതിൻ്റെ കൂടെ റോയുടെ ID അപ്പൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ഡോട്ട് എന്ന് പറയുന്നത് കോൺകാറ്റിനേഷൻ ഓപ്പറേഷനാണ്. 2 ഡോട്ടിന് ഇടയ്ക്ക് വരുന്നത് ഒരു സ്ട്രിങ് ആയിരിക്കും. ഈ 2 ഡോട്ടിന് ഇടയ്ക്ക് വരുന്നത് എസെൻഷ്യലി എന്താണ്, ഒരു സ്ട്രിങ് ആണ്. റോ ഓഫ് ഫസ്റ്റ് നെയിം. റോ ഓഫ് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോൺ എന്ന് പറയുന്ന സ്ട്രിങ് ആണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഡോട്ടിനും അടുത്ത ഡോട്ടിനും ഇടയ്ക്ക് വരുന്ന ഇതും ഒരു സ്ട്രിങ് ആണ്, ഇതൊരു സ്പേസ് ആണ്. അത് കഴിഞ്ഞ് ഈ ഡോട്ടിനും ഇടയ്ക്ക് വരുന്ന വേറൊരു സ്ട്രിങ് ആണ്, ലാസ്റ്റ് നെയിം ഡോ എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ ഒരു വാല്യൂ പ്രിന്റ് ചെയ്തു. വീണ്ടും ഇവിടെ വന്നിട്ട് വൈലിനകത്തെ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യും. വൈലിനകത്ത് എന്താ ചെയ്യുന്നത്, ഈക്വൽ ടു ഉള്ളതുകൊണ്ട് റൈറ്റ് സൈഡിലേക്കുള്ള പോർഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. റിസൾട്ട് പോയിന്റിങ് ടു ഫെച്ച് അസോക്ക് എന്ന് പറയുന്ന വാല്യൂ കോൾ ചെയ്യും. ഈ കേസിൽ രണ്ടാമത് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ടാമത് എന്താണ് കിട്ടുന്നത്, ഈ കിടക്കുന്ന വാല്യൂ കിട്ടും. ഈ കിടക്കുന്ന വാല്യൂ ആണ് ഇപ്പം റോയിലുള്ളത്. ഇതാണ് റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന റിസൾട്ട് റോയിലേക്ക് സ്റ്റോർ ചെയ്യും. റോ എന്ന് പറയുന്നത് ഫോൾസ് അല്ലാത്ത വാല്യൂ ആയതുകൊണ്ട് ഇതിനകത്ത് കയറും. ഫോൾസ് വന്നാൽ മാത്രം പുറത്തു പോവുള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും ഇതുപോലെ തന്നെ ID എന്നുള്ള സ്ട്രിങ് പ്രിന്റ് ചെയ്യും. IDയുടെ കൂടെ രണ്ടാമത്തെ ആളുടെ ID പ്രിന്റ് ചെയ്യും. രണ്ടാമത്തെ ആളുടെ ID ഇപ്പോൾ എത്രയാണ്, 2 ആണ്. അത് കഴിഞ്ഞ് ഹൈഫൺ നെയിം പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് റോ പോയിന്റിങ് ടു ഫസ്റ്റ് നെയിം പ്രിന്റ് ചെയ്യും. ജോൺ 1 എന്നാണ് ഇപ്പോൾ ഫസ്റ്റ് നെയിം. പിന്നെ ലാസ്റ്റ് നെയിം സ്പേസ് ഇട്ടിട്ട് ലാസ്റ്റ് നെയിം പ്രിന്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് നെയിം ഡോ 1 എന്നാണ്. വീണ്ടും ബ്രേക്ക് പ്രിന്റ് ചെയ്യും. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇവിടെ വരുമ്പോൾ രണ്ടാമത്തേതായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി അപ്പോൾ ഇത് പ്രിന്റ് ചെയ്തു. ഇനി വീണ്ടും ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഫെച്ച് അസോക്ക് എന്ന് പറയുന്ന വാല്യൂ റീഡ് ചെയ്യും. ഫെച്ച് അസോക്ക് റീഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിലിപ്പോൾ 2 റോ ഓൾറെഡി റീഡ് ചെയ്തു. ഇനി മൂന്നാമത്തെ റോയാണ് റീഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു റോ ഇല്ലാത്തത് കൊണ്ട് ഫെച്ച് അസോക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ റോയിലേക്ക് ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഫോൾസ് എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്താൽ ഇതിൻ്റെ ആ വേരിയബിളിൻ്റെ പേര് വയലിനകത്ത് എഴുതിയേക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ട്, റോയുടെ വാല്യൂ ഫോൾസ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, വയലിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ പുറത്തു വരും. ഇഫ് റിസൾട്ട് പോയിന്റിംഗ് ടു നമ്പർ ഓഫ് റോസ് ഗ്രേറ്റർ ദാൻ 0, റോ പോയിന്റിംഗ് ടു നമ്പർ ഓഫ് സീറോസ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമ്മൾ ആണ് ഇതിനകത്ത് കയറിയത്. അല്ലാതെ ഇപ്പം നമ്പർ ഓഫ് റോസ് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 0 റിസൾട്ട്സ് എന്നുള്ള വാല്യൂ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് കണക്ഷൻ ക്ലോസ് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. കണക്ഷൻ ക്ലോസ് ചെയ്യും. എന്നിട്ട് PHP ഇവിടെ മേളിൽ തുടങ്ങിയ PHPയുടെ ടാഗാണ്. ഇത് ഏറ്റവും താഴെയാണ് ക്ലോസ് ചെയ്യുന്നത്. PHP കോഡ് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു നോക്കുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിനകത്ത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. 1-2 തവണയൊന്ന് കണ്ടു നോക്കുക ഈ പാർട്ട്. ഇതിനകത്ത് വളരെ വയലിൻ്റെ വർക്കിംഗ് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. വയലല്ല ഇഫോ എങ്ങനെ എന്താണെങ്കിലും അതിനകത്ത് എഴുതിയേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇടതുവശത്ത് എന്തിലേക്ക് അസൈൻ ചെയ്തേക്കുന്നോ അതിൻ്റെ വാല്യൂ ആണ് പിന്നെ ഇതായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വയൽ അതിൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ വയലിനകത്ത് കയറും. വയൽ അതിൻ്റെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരും. അല്ലെ ഇഫ് ആണെങ്കിലും സെയിം തന്നെ. ഇപ്പോൾ ഈ കേസിൽ ഇവിടെ ഇതാ
കണക്ഷൻ പോയിന്റിംഗ് ക്വറി SQL എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. കണക്ഷൻ പോയിന്റിംഗ് ക്വറി SQL എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. അത് ഈക്വൽ ടു ട്രൂ ആണ്. ഈ ഡബിൾ ഈക്വൽ ഇടുമ്പോഴത്തേക്കും കമ്പാരിസൺ ആണ് നടക്കുന്നത്. സിംഗിൾ ഈക്വൽ ഇടുമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? സിംഗിൾ ഈക്വൽ ഇടുമെങ്കിൽ അതിൻ്റെ വലതുവശത്തേക്കുള്ള എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഇതിലേക്ക് അസൈൻ ചെയ്തിട്ട് ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നോക്കും. ഈക്വൽ ടുവോ ഡബിൾ ഈക്വലോ ട്രിപ്പിൾ ഈക്വലോ ഇടുവാണെങ്കിൽ അതിനനുസരിച്ച് എന്താ ചെയ്യുന്നത്? ഈ വലതുവശത്തെ എക്സ്പ്രഷൻ ഇടതുവശത്തെ എക്സ്പ്രഷൻ വലതുവശത്തെ എക്സ്പ്രഷനോട് ഈക്വൽ ആണോ അല്ലയോ എന്ന് കമ്പയർ ചെയ്യും. ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്നുള്ള അസ്യൂം ചെയ്യും, ഈക്വൽ അല്ല എങ്കിൽ ഫോൾസ് എന്ന് അസ്യൂം ചെയ്യും. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് ചോദിക്കുക, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലും ചെയ്യുക. താങ്ക് യു. ഇതൊന്ന് കണ്ടു നോക്കുക. ഇനി ഡാറ്റാബേസ് ഡിലീറ്റ് ഉണ്ട്, ഞാൻ അടുത്തൊരു വീഡിയോയിൽ എടുക്കാം. അത് എളുപ്പമുള്ളതാണ്, അതുകൊണ്ട് അത് അടുത്തൊരു ഇതായിട്ട് ചെയ്യാം. അതോടെ നമ്മൾ ഇതിൻ്റെ പിന്നെ ഒരു ഫുൾ ഫ്ലോ, അതായത് ഒരു വാല്യൂ ഒരു ഫോമിൽ നിന്ന് റീഡ് ചെയ്ത് വാല്യൂ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് പിന്നെ ഡാറ്റാബേസിൽ നിന്ന് റിട്രീവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. അതായത് ഫസ്റ്റ് മൊഡ്യൂൾ ചെയ്ത HTML പേജ്, രണ്ടാമത് അതിൽ CSSും കാര്യങ്ങളും ജാവാസ്ക്രിപ്റ്റും ഒക്കെ ഇൻസേർട്ട് ചെയ്താലും, മൂന്നാമത് അതിൽ PHP കമ്പോണൻറ്റ് നമ്മൾ കൊണ്ടുവന്നു, നാലാമത് ഇനി ഫോർത്ത് മൊഡ്യൂളിൻ്റെ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് ആ റീഡ് ചെയ്യുന്ന വാല്യൂസ് PHP കോഡ് ഉപയോഗിച്ച് ഡാറ്റാബേസിലേക്ക് റൈറ്റ് ചെയ്യുക. എന്നിട്ട് ഡാറ്റാബേസിൽ നിന്ന് അത് റീഡ് ചെയ്ത് ഡീറ്റെയിൽസ് ആയിട്ട് എടുത്ത് കാണിക്കുക, അതായത് ഫുൾ ഡീറ്റെയിൽസ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. ഇതാണ് ഫോർത്ത് മൊഡ്യൂളിൻ്റെ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫ്ലോ ഞാൻ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. താങ്ക് യു.